ഹായ് ഗൈസ്, സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 എപ്പിസോഡ് 2. കഴിഞ്ഞ എപ്പിസോഡ് എൻഡ് ചെയ്ത് ഓർമ്മയുണ്ടല്ലോ. വില്ലിനൊരു ഇൻറ്റൻസ് വിഷൻ വന്ന് ഒരു ഡെമോഗോർഗൻ നേരെ വീലർ ഹൗസിലേക്ക് പോവുകയാണെന്ന് അവർ തിരിച്ചറിയുന്നിടത്താണ്. ആ ബിഗ് ഷോക്കിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ എപ്പിസോഡ് 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. വീലർ ഹൗസിൽ ഹോളി വീലറെ ഒരു ഡെമോഗോർഗൻ അറ്റാക്ക് ചെയ്യുന്നു. പേടിച്ചോടുന്ന ഹോളി അമ്മയായ കാരണിന് വേഗം വാണിംഗ് കൊടുക്കുന്നു. അവർ ഉടൻ തന്നെ ബാത്റൂമിൽ ബാത്ത് ടബിലെ വെള്ളത്തിനടിയിൽ ഹൈഡ് ചെയ്യുന്നു. ഗോൾഫ് ക്ലബ്ബുമായി ടെഡ് വീലർ അവിടെ എത്തുമ്പോൾ അയാൾ ഡെമോഗോർഗനെ നേരിട്ട് കാണുകയും ഫൈറ്റ് ചെയ്യാൻ നോക്കുകയും ചെയ്യുന്നു. പക്ഷേ അത് വർക്കാവുന്നില്ല. കാരൻ ഒരു ബ്രോക്കൺ വൈൻ ബോട്ടിൽ വെച്ച് ഡെമോഗോർഗനെ കുത്തി പരിക്കേൽപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതിന് സ്ട്രെങ്ത് വളരെ കൂടുതലായിരുന്നു. അത് തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ഫൈനലി ടെഡിനെയും കാരണിനെയും സീരിയസ് ഇഞ്ചുറീസോടെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നു. എന്നാൽ ഇതിനിടയിൽ ഹോളിയെ ഡെമോഗോർഗൻ അപ്സൈഡ് ഡൗണിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഹോളി മിസ്സിംഗ് ആവുന്നു. ഡെമോഗോർഗൻ പോയ പോർട്ടൽ ക്ലോസ് ചെയ്തതിന് തൊട്ടു മുമ്പ് അവളെ രക്ഷിക്കാൻ വേണ്ടി 11 അതിലൂടെ അകത്തേക്ക് കടക്കുന്നു. ഹോസ്പിറ്റലിൽ നാൻസിയും മൈക്കും എത്തുന്നു. മുൻപ് താൻ കണ്ട വിഷ്വൽസ് ആണ് ഇതെന്നും തനിക്കിത് തടയാൻ കഴിയുമായിരുന്നു എന്നും പറഞ്ഞ് നാൻസി സ്വയം ബ്ലെയിം ചെയ്യുന്നു. മൈക്ക് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ലൂക്കാസ് ഇടയിൽ കയറി ഇതൊരു വെക്ന അറ്റാക്ക് തന്നെയാണോ എന്ന് ഡൗട്ട് പ്രകടിപ്പിക്കുന്നു. ഇന്നത്തെ ഡേറ്റ് നവംബർ 3 ആണെന്നും വില്ല് മിസ്സായതിൻ്റെ ആനിവേഴ്സറിക്ക് 3 ദിവസം മുൻപാണെന്നും ലൂക്കസ് ഓർമ്മിപ്പിക്കുന്നു. വില്ലിനെ അവർക്ക് തിരികെ കിട്ടിയതുപോലെ ഹോളിയെയും കിട്ടുമെന്നൊരു പോസിറ്റീവ് ഹോപ്പ് അവൻ കൊടുക്കുന്നു. ഈ സമയം മിലിറ്ററി വീലർ വീട്ടിൽ വന്ന് അത് ക്വാറന്റൈൻ ചെയ്യുന്നു. അപ്സൈഡ് ഡൗണിൽ പോയ 11 കണ്ടുപിടിക്കാൻ ഇതൊരു ലീഡ് ആയേക്കാം എന്ന് അവർ വിശ്വസിക്കുന്നു. നമ്മുടെ 11 അപ്സൈഡ് ഡൗണിൽ വെച്ച് ഫോറസ്റ്റിലായിരുന്ന ഹോപ്പറിനെ കണ്ടുമുട്ടുന്നു. ഹോപ്പറിനോട് എന്താ സംഭവിച്ചതെന്നും അവൾ എങ്ങനെ അവിടെ എത്തിയെന്നും എൽ പറയുന്നു. തുടർന്ന് അവർ രണ്ടുപേരും ചേർന്ന് ഇഞ്ചുറി ആയ ഡെമോഗോർഗനെ അതിൻ്റെ ബ്ലഡ് വീണത് വെച്ച് ട്രാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അതിനിടയിൽ ഹോപ്പർ തൻ്റെ പ്രൊട്ടക്റ്റീവ് ഡാഡ് റോളിൽ തന്നെ തുടരുന്നു. അപ്പോൾ ഹോപ്പറിന് പരിക്കേറ്റത് ഇലവൻ കാണുകയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. സാറയ്ക്ക് സംഭവിച്ചതുപോലെ ഇലവന് സംഭവിക്കുമോ എന്ന ടെൻഷൻ ഹോപ്പർ അവളോട് ഷെയർ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ ദൂരെ നിന്ന് വലിയൊരു മുരൾച്ച കേൾക്കുന്നു. ഹോപ്പറും ഇലവനും അതെന്താണെന്ന് നോക്കി പോകുമ്പോൾ അവരുടെ മുന്നിൽ വെക്ന ഉണ്ടാക്കിയ വലിയൊരു വാൾ കാണുന്നു. അവിടെ കിടന്ന് അവർക്ക് ഹോളിയുടെ ഒരു ഷൂവും കിട്ടുന്നു. ഈ വാൾ ഉള്ളതുകൊണ്ടായിരിക്കാം ഹോളി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാനതെന്ന് ഇലവന് തോന്നുന്നു. റിയൽ വേൾഡിലേക്ക് നോക്കിയാൽ ജോയ്സ് സംസാരിക്കുന്നതിനിടയിൽ വില്ല് താൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന വിഷ്വൽസ് ഇപ്പോൾ ഡിഫറൻ്റ് ആണെന്ന് പറയുന്നു. ഇതൊരു ഡ്രീം പോലെയാണെങ്കിലും താനിപ്പോൾ വെക്നയുടെ ഹൈവ് മൈൻഡ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് കാര്യങ്ങൾ കാണുന്നതെന്ന് അവൻ മനസ്സിലാക്കുന്നു. വെക്നയുമായുള്ള കണക്ഷൻ ഒരിക്കലും പോയിട്ടില്ല. വെക്ന ക്ലോസർ ആണെന്ന് വില്ല് വിശ്വസിക്കുന്നു. റോബിൻ ഇവിടെ ഒരു സൂപ്പർ ഐഡിയ അപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നു. വില്ലിൻ്റെ ഗൂസ് ബംസ്, അതായത് വെക്ന വരുമ്പോൾ ഉള്ള ആ സിംറ്റംസ്, വെക്നയുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനുള്ള ഒരു തരം ആൻറ്റിനയായി യൂസ് ചെയ്യാമെന്നും വെക്നയോട് അടുക്കും തോറും ഈ സിംറ്റംസ് കൂടും. ഇത് കറക്റ്റ് ആണെന്നും ഇത് വെച്ച് വെക്നയെ ട്രാക്ക് ചെയ്യാനാവുമെന്നും വില്ലും ഉറപ്പിച്ച് പറയുന്നു. എന്നാൽ ജോയ്സ് ഇതിനോട് യോജിക്കുന്നില്ല. കംപ്ലൈൻ്റായ റേഡിയോ സിഗ്നൽ വീണ്ടും പ്രവർത്തിക്കുന്നതാണ് സേഫ് എന്ന് അവൾ അഭിപ്രായപ്പെടുന്നു. പക്ഷേ ജോയ്സിയുടെ കണ്ണ് വെട്ടിച്ച് വില്ലും റോബിനും റേഡിയോ സ്റ്റേഷനിൽ നിന്ന് ചാടുന്നു. അതേസമയം പുറത്ത് ജോനത്തനും സ്റ്റീഫും നാൻസിയെ ചൊല്ലി വഴക്കുണ്ടാക്കുന്നു. ഇതിനിടയിലേക്കാണ് മൂക്കിൽ നിന്ന് ബ്ലീഡിങ്ങുമായി ഡെസ്റ്റിൻ കടന്നു വരുന്നത്. ഹോസ്പിറ്റലിൽ മൈക്ക് നാൻസിയോട് ഹോളിയുടെ ഇമാജിനറി ഫ്രണ്ട് റിയൽ ആയേക്കാം എന്ന ഡൗട്ട് ഷെയർ ചെയ്യുന്നു. കാരണിനെ കണ്ടാൽ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുമെന്നും അവർ പ്ലാൻ ചെയ്യുന്നു. ടെഡ് കോമയിലായതുകൊണ്ട് കാരൻ മാത്രമാണ് അവരുടെ ഒരേ ഹോപ്പ്. അവർ നേഴ്സിൻ്റെയും പേഷ്യൻറ്റിൻ്റെയും വേഷം കെട്ടി ICUവിൽ കടക്കുന്നു. നാൻസിയും മൈക്കും അമ്മയുമായി സംസാരിക്കുന്നു. കാരൻ സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് എഴുതി അവർക്ക് വിവരങ്ങൾ നൽകുന്നു. വില്ലും റോബിൻ പറഞ്ഞതുപോലുള്ള റേഡിയോ കണക്ഷൻ അന്വേഷിച്ച് വില്ലിന് ആദ്യം തലകറക്കം അനുഭവപ്പെട്ട സ്ഥലത്തേക്ക് എത്തുകയാണ്. അപ്പോഴാണ് അവനൊരു കാര്യം പെട്ടെന്ന് റിയലൈസ് ആവുന്നത്. ഉടൻ തന്നെ അവർ ഹോളിയുടെ സ്കൂൾ പ്ലേ ഗ്രൗണ്ടിലേക്ക് പോകുന്നു. അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മെറിഗോ റൗണ്ട് കണ്ടപ്പോൾ വില്ലിന് ഒരു കാര്യം ക്ലിയർ ആവുകയാണ്. തനിക്ക് തല കറങ്ങിയപ്പോൾ ആകാശം കറങ്ങുന്നതായി കണ്ട വിഷൻ ഹോളി ആ സമയത്ത് നിലത്ത് കിടന്ന് ഈ കറങ്ങുന്ന മെറിഗോ റൗണ്ടിൽ നിന്ന് കണ്ട കാഴ്ചകളായിരുന്നു. അതായത് വെക്ന ഹൈവ് മൈൻഡ് വഴി ഇരയെ കൺട്രോൾ ചെയ്യുമ്പോൾ വിക്ടിം കാണുന്നത് വെക്നയും കാണും. അതുകൊണ്ട് വെക്ന കാണുന്നത് വില്ല് കാണുന്നുണ്ടെങ്കിൽ താനായിരുന്നു ആ ടൈമിൽ വെക്ന എന്ന് വില്ല് ഞെട്ടലോടെ തിരിച്ചറിയുന്നു. വെക്നയുമായി തനിക്കുള്ള ആ ഒരു യൂണിക് ലിങ്ക് അതായിരുന്നു. ഇതേസമയം ഹോസ്പിറ്റലിൽ നാൻസിയും മൈക്കും അമ്മയായ കാരനോട് ഹോളിയുടെ ആ അജ്ഞാത കൂട്ടുകാരൻ എന്ന് പറഞ്ഞ മിസ്റ്റർ വാട്സന്റെ ഫസ്റ്റ് നെയിം ചോദിക്കുന്നു. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാരൻ ആ പേര് പയ്യെ എഴുതി കാണിക്കുന്നു. അതെ, ഹെൻറി. മിസ്റ്റർ വാട്സറ്റ് മറ്റാരുമല്ല, വെക്നയുടെ മനുഷ്യരൂപമായ ഹെൻറി ക്രീലായിരുന്നു. ഹോളിയുടെ കൈ പിടിച്ച് ഹെൻറി ഒരു വലിയ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ വെച്ച് ഹെൻറി അവളോട് പറയുന്നു, വരും ദിവസങ്ങളിൽ നിൻ്റെ മറ്റു ഫ്രണ്ട്സിനെയും അതിനുശേഷം നിൻ്റെ ഫാമിലിയെയും ഞാൻ ഇതേപോലെ രക്ഷിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന്. അവർക്കുള്ള റൂമും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുവരെ നീ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്യുന്നിടത്താണ് എപ്പിസോഡിൻ്റെ എൻഡിങ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. ബൈ.